ജ്യോതിഷത്തിനും കവിതയിലും ഭാഷാവ്യാഖ്യാനത്തിനും പ്രാവീണ്യം തെളിയിച്ച ആളും നിത്യപഞ്ചാംഗ ഗണിതം എന്ന മഹത്ഗ്രന്ഥം മലയാളത്തിൽ സംഭാവന നൽകിയ മഹാനുമാണ് പാണ്ടനാട് ഗോപാലവാര്യർ. യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നീ ഗ്രഹങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂതന ഗ്രഹങ്ങളുടെ പ്രഭാവ ചിന്താ പദ്ധതി അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്ലാഘനീയമായ കൃതിയാണ്. കർമ്മവിഭാഗത്തിന്റെ പ്രായശ്ചിത്ത പദ്ധതിയും ഇദ്ദേഹത്തിന്റെ എടുത്തു പറയത്തക്ക രചനയാണ്. ഗണിതത്തിൽ അദ്വിതീയ എം വി ഉഴുത്തറവാര്യർ ഭാരത പഞ്ചാംഗത്തിന്റെ രചയിതാവാണ്. പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ ഭാരതീയ ആചാര്യന്മാരുടെ വന്താവിലൂടെ സഞ്ചരിക്കുകയും ഗണിതത്തിൽ ഒരു പുത്തൻ ശൈലി ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് ജ്യോതിഷ ഗണന സമ്പ്രദായത്തെ നൂതനവൽക്കരിക്കുകയും ചെയ്ത തീക്ഷ്ണശാലിയാണ് പ്രൊഫസർ പി യു കൃഷ്ണവാര്യർ. ശതവർഷ പഞ്ചാംഗം ഇദ്ദേഹത്തിന്റെ ചിരകാലാവിഷത്തിന്റെയും ഭഗീരഥ പ്രയത്നത്തിന്റെയും ഫലമാണ്. കവി കുലഗുരു പി വി കൃഷ്ണവാര്യർ ഭാഷാപണ്ഡിതനും കവനകൗമുദം എന്ന ആനുകാലിക പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകനും നിരവധി കാവ്യങ്ങളുടെ രചയിതാവുമാണ്. അക്ഷരശോഭപരിഷത്ത് ആദ്യമായി കൊണ്ടുവന്നതും അദ്ദേഹമാണ്. ഒറ്റമൂലിക ചികിത്സയുടെ പ്രശസ്തനായിരുന്ന വെലിങ്ങോട് പടിഞ്ഞാറ വാര്യത്ത് അമ്മാവൻ വാര്യർ എന്ന അപരനാമത്താൽ അറിയപ്പെട്ടിരുന്ന ഇടവനുണ്ണി വാര്യർ. അദ്ദേഹത്തിന്റെ മരുമകൻ രാഘവ വാര്യർ സംസ്കൃതം പഠിപ്പിക്കുന്ന അദ്വൈതീയനും പാഠകം പറയുന്നത് കേവലമായിരുന്നു. ലോകം മുഴുവൻ അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ലക്ഷോപലക്ഷം ആതുരന്മാർക്ക് ആശാകേന്ദ്രമായ പ്രശസ്തമായ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ ശ്രീ പി എസ് വാര്യർ കേരളീയർ മാത്രമല്ല മറ്റുള്ളവരും സ്നേഹബഹുമാന പുരസ്സരം ഓർക്കുന്ന മഹാനാണ്. വൈദ്യശാലാ സ്ഥാപനത്തിലൂടെ അദ്ദേഹം ചെയ്തത് ആയുർവേദ ഔഷധങ്ങളും ചികിത്സയും കഴിയുന്നത്ര പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന കർത്തവ്യമായിരുന്നു. പരമശിവവിലാസം നാടക കമ്പനിയാണ് പിന്നീട് PSP നാട്യസംഘമായി പരിണമിക്കുന്നത്. ഇവിടെ കഥകളി പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഗുരുകുല സമ്പ്രദായത്തിൽ തുടങ്ങിയ ആയുർവേദ പാഠശാലയിൽ നിന്നും നിരവധി പ്രഗത്ഭരായ ആര്യവൈദ്യന്മാരെ സമ്മാനിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പടിഞ്ഞാറേ വാര്യത്ത് രാമവാര്യർ നാരായണത്തിലെ വ്യാഖ്യാനം എഴുതുകയും തർക്കം വൈദ്യം എന്നിവ സ്വന്തമായി ചെയ്യുകയും ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിക്കുകയും അക്ഷരശ്ലോകത്തിന് പുതിയ മാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭാഷാ പണ്ഡിതനായിരുന്ന നിരൂക്കാവ് എൻ വി കൃഷ്ണവാര്യർ മലയാള ലിപിയുടെ പരിഷ്കർത്താവായി അറിയപ്പെടുന്നു. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ സ്ഥാപകൻ ശ്രീ വി വി രാമവാര്യർ, മധുര ആര്യവൈദ്യ നിലയത്തിന്റെ ശ്രീ എൻ വി രാമവാര്യർ എന്നിവർ മറുനാട്ടിൽ ആയുർവേദത്തിന്റെ സന്ദേശവാഹകരായി. ഇവർ ചികിത്സാരംഗത്തും പ്രശസ്തരായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും ആയുർവേദത്തിലും അലോപ്പതിയിലും പ്രാവീണ്യം നേടിയ ചികിത്സകനായിരുന്നു പാഞ്ഞാൾ അയ്യപ്പൻകാവിൽ വാര്യർക്ക് ഡോക്ടർ AK വാര്യർ. നാരായണത്തിന്റെ സംസ്കൃത വ്യാഖ്യാനവും വില്വാദ്രിനാഥമാഹാത്മ്യവും ദേവീ സ്തോത്രങ്ങൾ രചിക്കലും ഭാഷാ വ്യാഖ്യാനവും പണ്ഡിതനും എന്നിവയ്ക്ക് പുറമെ മികച്ച ഒരു ആയുർവേദ്യ വൈദ്യനായിരുന്നു കാട്ടുകുളത്ത് അച്യുത വാര്യർ. ഒറ്റമൂലികയുടെ പ്രയോഗ